പറഞ്ഞല്ലോ. നോം പ്രവചിച്ച അച്ചട്ട. ഞാനിപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്താടാ ഞാൻ അറിഞ്ഞു. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആരെയൊക്കെയോ അവന് സംശയമുണ്ട്. അവന്റെ ആ നോട്ടം ശ്രദ്ധിച്ചോ? എന്നെ നോക്കിയോ? മാമ്പള്ളി തന്നെയായിരുന്നു അവന്റെ നോട്ടം മുഴുവൻ. മാമ്പള്ളിയുടെ സമയം തീരെ ശരിയല്ലെന്നാ സ്വാമി പറഞ്ഞത്. ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ഗംഗാധര, അത് ഒരബദ്ധം പറ്റിയതാ. അബദ്ധം. പക്ഷെ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകേട് നമ്മളെയാണല്ലോ മച്ചമ്പി. നിങ്ങളുടെ രണ്ട് വഴികളും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ? ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. ഒരു അസുഖമില്ലാത്ത എന്നെ എത്ര കാലം ഒരു ഭ്രാന്തൻ സ്റ്റാമ്പ് കുത്തി നിങ്ങൾ ഈ മുറി പൂട്ടിയിടും? അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ. നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. അധികം ആൾക്കാരൊന്നുമില്ല, 2 പേരേ ഉള്ളൂ ഇതിന്റെ പിന്നില്. ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. കണ്ണടച്ചിരിട്ടാക്കാൻ ശ്രമിക്കരുത്. സർവിനു ഈസ് നോർമൽ. ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ 3 നേരം ഇത് കൊടുത്തേരെ. ഒരു ദിവസം ഒബ്സർവേഷനിലിടാം. ഗുളിക കഴിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? തനിക്കിട്ട് എവിടെ ഡോസ് തരും? വയലന്റ് ആവാതെ ഒറ്റ ഡോസിന് ഞാൻ ശരിയാക്കാം. ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ജോലി രാജിവെച്ചെന്ന് പറഞ്ഞേക്ക്. ഇതാ എന്റെ രാജ്യബാഡ്ജ്. സോറി മാനേജർ, ഗുഡ് ബൈ. ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന അല്ലെ എനിക്ക് കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണെങ്കിലും എനിക്ക് ഒരേപോലെ ഉള്ളൂ. അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ കാര്യമായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. അത് ഇമാതിരി പുഴുത്തു നാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പൊക്കോണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50ാമത്തെ ദിവസം. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച പിടിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മനുഷ്യരെ കോമാളിയാക്കുന്നു. 100ാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ. അതവന്റെ രക്തത്തിലുള്ളതാ. നീ തോൽക്കില്ലട മോനെ. എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നിനക്കോ? അണ്ണന് കിട്ടിയൊന്നും പോരെ അണ്ണാ. കഷ്ടകാലക്ക് സമയമേ കോണകവാൽബി പാമ്പ് ഹോത്താ ഹേ. ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തനാണ് ഏഷ്യാന്റെ തലപ്പത്ത് കേരളത്തിലിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇവന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ? തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായരെ. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. കറക്റ്റ്. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ.